എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ അവസരത്തിൽ നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ED ക്ലബും IEDCയുടെ ആഭിമുഖ്യത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ നയിക്കുന്ന പിച്ചിങ് ഇവന്റ് ഫോർ ഐഡിയാസ് സ്കൗട്ടഡ് ആൻഡ് ലിങ്കേജ് വിത്ത് ഇന്നോവേഷൻ അംബാസിഡേഴ്സ് ഫോർ മെന്റർഷിപ്പ് സപ്പോർട്ട് എന്നതിനെ കുറിച്ച് ഒരു ഇൻവൈറ്റഡ് ടോക്കനാണ്. വിദ്യാഭ്യാസ മന്ത്രാലയം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്നോവേഷൻ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനായി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ ആരംഭിച്ചു. ഇതിന്റെ പ്രധാന ലക്ഷ്യം യുവ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാനും പരിപോഷിപ്പിക്കുവാനും പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. ആദ്യം തന്നെ ഈ പ്രോഗ്രാമിന് സ്വാഗതം അർപ്പിക്കുവാനായി IIC പ്രോഗ്രാം കോർഡിനേറ്ററായ രാജ ടീച്ചറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് ഓൾ. ശ്രീനാരായണ കോളേജ് വർക്കല ശ്രീനാരായണ കോളേജിലെ IICയുടെയും ED ക്ലബിന്റെയും IDCയുടെയും ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഇൻവൈറ്റഡ് ടോക്ക് പിച്ചിങ് ഇവന്റ് ഫോർ ഐഡിയാസ് സ്കൗട്ടഡ് ആൻഡ് ലിങ്കേജ് വിത്ത് ഇന്നോവേഷൻ അംബാസിഡേഴ്സ് ഫോർ മെന്റർഷിപ്പ് സപ്പോർട്ട് എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ആദ്യം തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു IIC എന്ന് പറയുന്ന ഒരു കൗൺസിൽ രൂപീകരിക്കുന്നതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ KC പ്രീത ടീച്ചറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പ്രോഗ്രാം അംബാസിഡർ പ്രോഗ്രാം കോർഡിനേറ്ററുമായ ജൂബിലി SV അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ടീച്ചറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റ് മെമ്പേഴ്സ് പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള മറ്റ് അധ്യാപകരായ മെമ്പേഴ്സിനെയും എല്ലാ വിദ്യാർത്ഥികളെയും സ്റ്റുഡന്റ് കോർഡിനേറ്റേഴ്സിനെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ടീച്ചർ. ഇന്നത്തെ ഈ പ്രോഗ്രാം നയിക്കുന്നത് IIC കൺവീനറും MOE ഇന്നോവേഷൻ സെൽ ഇന്നോവേഷൻ അംബാസിഡർ കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും കൂടിയായ ജൂബിലി ടീച്ചറാണ്. ഈ ഇൻവൈറ്റഡ് ടോക്കിലേക്ക് ജൂബിലി ടീച്ചറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കേൾക്കാൻ വയ്യ ടീച്ചർ? Okay. Am I audible now? Yes, teacher. Okay. Thank you, Raj teacher, for giving me such an opportunity to discuss something about innovation and entrepreneurship with the students of science departments. So now we will move on to the presentation, and after the presentation we will be having a discussion on the topic, this innovation and entrepreneurship. So let us move on to the presentation. Just a minute. Hope my screen is visible now. Right, teacher, is the screen is visible now? Yes, teacher. Okay. So for the next few minutes, we will be having a discussion on the topic innovation and entrepreneurship. So first of all, we are going to think about who is an innovator or entrepreneur. An entrepreneur is a person, you've always heard about this term entrepreneur. Then who is an entrepreneur? Every businessman is an entrepreneur? Certainly not. An entrepreneur is a person who is having some innovative ideas in his mind and having a capacity to take a risk upon that product or that idea, and he's becoming a businessman by adopting that particular idea. So what is that innovative idea? Is that same as innovation and invention is same? So most probably we are hearing these two terms as similar meanings. So we can look into what is meant by innovation and invention. So by invention, we meant that invention is the creation of new products, process or technologies which is not previously known to exist. That means
Inventing something means we are developing or we are creating some products or process or technologies from a scratch. There will not exist that particular or similar product previously. So, in the case of innovation is concerned, innovation is just the transformation of creative ideas into useful applications by combining resources in new or unusual ways to provide value to society through improved products, technology, or services. So innovation simply means that it is only the transformation of creative ideas into useful applications, that we can insert some useful some new features, some new ideas, some new thoughts into an existing product. That idea may be in existence for a long time, and we can take that idea, we can take that technology, we can take that product, and we can innovate something new. That in case of we can innovate some new features, we can innovate some new designs for that, and we can innovate some new technology for that, or we can combine all these elements to produce a new product or a product having some new features. So how we can develop or how we can innovate something? There is an idea which is known as camper technique. What is a camper technique? If you are actually willing to innovate something, or you are very eager to innovate a product, a process, or technology, you can adopt a scamper technique. A scamper means it's a short form for some elements. That is, S stands for substitute or simplify, and C stands for combine something, and A for adapting something, and M for modifying something or magnifying something, or maybe it may be minifying something. So the next P is meant for put into another uses, and E is meant for eliminate something, or R for reverse or rearrange. So by substitute, we can go into some details. Look into this picture. In olden days, we have a pen which is used only by putting some ink on it. So we have ink pens previously, and when time passes, we have developed ballpoint pens. Now we have smart pen also, isn't it? So substitution is also an innovation. We can substitute an existing product. We can substitute a small product or an old product, and we can innovate some new ideas. We can inject some new features into that product to make it an innovative one. So substitution is one method for innovation. Okay. Next is to combine. Combining means in olden days we have digital cameras, so we have cameras. So we have hand cameras, and in olden days we have small simple mobile phones also. But now we have incorporated this camera feature into these mobile phones and make this a smartphone. So we have in our phone a lot of features are there. We have mobile phone, we have camera in our mobile phone, we have a lot of other features in our mobile phone. We have combined this camera and mobile phone to make it a smartphone. Okay, so combining is also a sort of innovation. So we can innovate something by combining combining 2 or 3 products and make it a superstitious product for our convenient usage. So combining something is also innovation. We can innovate through combining. This one is adapting. Adapting means in olden days in now also we have radio, but we have incorporated this radio or in our car. Okay, for hearing FM news, we can hear FM in our car also. So we have adapted this feature, or we have adapted this product into some other product and make the features of that car more comfortable and more enjoyable. So what we understand from this is adaptation. We can adapt some products into another product, or we can adapt some features of certain product to make a particular product more usable. Okay. Magnifying means we are making a larger unit of a small version. Look here, there is a small digital clock,
and we can make this digital clock into a large digital clock for and putting it into the center of a city to watch time for all the people in that particular city. So magnifying means we can develop that small product into a larger one. Another source of innovation is we can put some product into other uses. That's in older days we have used mobile phones for calls only or talking only. But now we are using this mobile phone for a number of purposes. We are using this for sending money. We are using this for banking purposes. We can transfer money through mobile phones. We can see cinemas. We can hear songs. We are using this particular device, a small device, for a number of usages. Other than that, of the main purpose of telephone is to make a call. So we are using this particular product for another uses. So that is also some sort of innovation. So innovation can be done through putting into a product which is in existence that can be put into another uses. So that is also a sort of innovation. Minify means making a small portion of a product, making a small product. Existing product may be a bigger one. We can make a small product from using the technology of that particular large product. That is minifying. Another sort of innovation, if we are really want to innovate something, we can eliminate something and reproduce something new. You can see a bookstore or book rack in the picture, and which can be eliminated, and we are now reading books in online, or we are now using certain icons for reading textbook. We are even novels or short stories or anything we can read through these small icons by using internet facility. Okay, so we have eliminated the physical books or physical racks, books racks. Instead, we have created digital form of books. Okay. Then another sort of innovation is rearranging something. That in olden days we can simply switch on a fan for making. We can simply put on a fan by using the electricity. But now we can use the batteries in fans for making them working. Okay. So all these activities, through all these activities, we can innovate something new. So innovation is not a big task. You can also innovate. And now a question will arise, how I can innovate? അപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുന്ന എല്ലാ കുട്ടികളും ചിന്തിക്കുന്നുണ്ടാവും, എങ്ങനെയാണ് ടീച്ചർ ഇപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ഇന്നോവേഷനിലേക്ക് വരാൻ പറ്റുന്നത്? ഹൗ ഐ ക്യാൻ മൂവ് ഓൺ ഫോർ ആൻ ഇന്നോവേഷൻ? So every student can move on to innovation. So if they really wants, that is the question. നിങ്ങൾക്ക് ശരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ you can go for an innovative idea, and innovation can be done through different types of techniques. An idea can be generated through different techniques. Like brainstorming is one technique. Brainstorming simply means think about a particular area of your interest and work on it, and that will help your brain to develop some new ideas. So idea generation technique is very simple. You can use any of this technique for developing a new idea of your own. Focus groups is another technique for idea generation. Focus groups means a group of persons having similar ideas can be put together. നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടിരിക്കും, ഒരേ ഇൻട്രസ്റ്റ് ഉള്ള, ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ട്രാവൽ ചെയ്യാൻ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എന്താണ്, ഫുഡ് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരുടെ ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ഫോക്കസ് ഗ്രൂപ്പ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു സിമിലർ ഐഡിയാസ് ഉള്ള, സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഫോക്കസ് ഗ്രൂപ്പ്സ് ഉണ്ടാക്കിയിട്ട് വി ക്യാൻ ഡിസ്കസ് അവർ ഐഡിയാസ് ആൻഡ് തോട്ട്സ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഫോക്കസ് ഗ്രൂപ്പ്സ് ഫോർ betterment ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഐഡിയ. നെക്സ്റ്റ് ഇസ് പേഴ്സണൽ ഇല്യൂമിനേഷൻ. പേഴ്സണൽ ഇല്യൂമിനേഷൻ എന്ന് വെച്ചാൽ നമുക്ക് നമ്മളിൽ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് ഉരുത്തിരിഞ്ഞു വരുന്ന ചില ഐഡിയാസ് ഉണ്ടാവും. ഇപ്പോൾ when we think about a particular thing continuously, that thing will be fetch on our conscious as well as upon our unconscious or subconscious mind.
അപ്പൊ നമ്മുടെ അൺകോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ഈ ഐഡിയ ഒരു സമയമാകുമ്പോൾ നമുക്ക് എന്താണ് കുറേ നാൾ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ ആ ഐഡിയ നമുക്ക് ജനറേറ്റ് ചെയ്ത് പുതിയൊരു ഐഡിയയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. പെട്ടെന്നൊക്കെ നമുക്ക് ഒരു ബോധോദയം ഉണ്ടായി. പണ്ട് യുറീക്ക വിളിച്ചുകൊണ്ട് നമ്മുടെ സയന്റിസ്റ്റ് ഓടിയ പോലെ തന്നെ നമുക്ക് എന്താണ് ഒരു പേഴ്സണൽ ഇല്യൂമിനേഷൻ ഒരു വ്യക്തിക്ക് ഉണ്ടാവാം. അങ്ങനെയും ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യാം. ഇനി അതുപോലെ ആട്രിബ്യൂട്ട് ലിസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ attributes, features, we can list out the main features of a particular product in a paper. അപ്പൊ അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും which are the factors missing in that particular product and which area we can work out on. അപ്പൊ ഇത് നമുക്ക് എന്താണ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതിന്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം നമുക്ക് ആദ്യം ഒന്ന് ലിസ്റ്റ് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ഏരിയ ആണ്, എവിടെയാണ് ഇത് ലാക്ക് ചെയ്യുന്നത്, നമുക്ക് എവിടെയാണ് പഠിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് ഇന്നോവേറ്റ് ചെയ്യാനുള്ള അവസരം എവിടെയാണ് ഉള്ളത്. തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. നെക്സ്റ്റ് ഈസ് ഫ്രീ റൈറ്റിംഗ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, മേ ബി ഏത് കാര്യം ആയിക്കോട്ടെ, നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റിന് പുറത്തുള്ളതായിക്കോട്ടെ, ഏത് കാര്യത്തിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് റൈറ്റ് ചെയ്ത് നോക്കാം, നമുക്ക് എഴുതി നോക്കാം. കുറേ കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എന്താണ് പുതിയ 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 ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഉരുത്തിരിഞ്ഞു വരും. നെക്സ്റ്റ് ഈസ് ഫ്രീ അസോസിയേഷൻ. ഇങ്ങനെ എഴുതുന്ന കാര്യങ്ങൾ നമുക്ക് അസോസിയേറ്റ് ചെയ്യാം മറ്റു പല പ്രോഡക്ട്സുമായിട്ട്. വി ക്യാൻ അസോസിയേറ്റ് വിത്ത് ദീസ് ഫീച്ചേഴ്സ് ടു സം അതർ പ്രോഡക്റ്റ്. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു പ്രോഡക്റ്റിലുള്ള ഫീച്ചറിനെ മറ്റൊരു പ്രോഡക്റ്റിൽ കൊണ്ടുവന്നാൽ അതൊരു പുതിയ പ്രോഡക്റ്റ് ആവും അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാം, അതിന് ഫ്രീ അസോസിയേഷൻ എന്ന് പറയാം. ഇനി സ്കാമ്പർ ടെക്നിക് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽ. സോ സൈനറ്റിക്സ് എന്ന് പറയും. അടുത്ത ഒരു മെത്തേഡ്, ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് സൈനറ്റിക്സ് ആണ്. ഒരു സൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വി ക്യാൻ ഡിസ്കസ് our thoughts, our feelings, our ideas in some groups which will help us to create some synergy in us. Synergy means നമ്മൾ ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും എഫേർട്ട് ആയിരിക്കും, ഒരു എഫക്റ്റ് ആയിരിക്കും നമ്മൾ when we will do it in a group. അപ്പൊ ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടിനെക്കാളും കൂടുതലായിരിക്കും. നമ്മൾ സാധാരണ പറയാറുണ്ട് 2+2 = 5. അതിനാണ് സിനർജി നമ്മൾ പറയാം. 2+2 = 5. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ തൊട്ട് പഠിച്ചിട്ടുള്ള എന്താണ് 2+2 = 4 എന്നാണ്. അതെങ്ങനെയാണ് 5 ആകുന്നത്? 2+2 = 5 എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മൾ ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2+2 = 4 കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഗ്രൂപ്പിനകത്ത് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിന്റെ എഫേർട്ട് ദാറ്റ് വിൽ ക്രിയേറ്റ് മോർ റിസൾട്ട് ദാൻ വെൻ വി ഡു ഇറ്റ് ഇൻ ഇൻഡിവിജ്വലി. സോ ആ ഒരു സിനർജി എന്ന് പറയുന്നത് നമുക്ക് കൊണ്ടുവന്നാൽ നമുക്ക് അതിലൂടെയും ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റോറി ബോർഡിംഗ് ആണ്. യു ക്യാൻ ക്രിയേറ്റ് എ സ്റ്റോറി ഔട്ട് ഓഫ് ദി ഐഡിയ ഇൻ യുവർ മൈൻഡ് ആൻഡ് develop that idea through a story. A role playing also we can adopt, and brain writing also we can adopt. The main point here is think out of the box. Think out of the box means you have to think abnormally. What I called said the word is abnormally. നമുക്കത് കേൾക്കുമ്പോൾ അതിശയം തോന്നുമല്ലേ? അബ്നോർമൽ ആയിട്ട് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ശരിക്കും ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻ റിയാലിറ്റിയിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് അതുപോലെ തന്നെ ചിന്തിച്ചാൽ നമുക്കൊരു ഇന്നോവേഷൻ ഉണ്ടാവില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ്. നമ്മൾ അതിന് പുറത്ത് കടന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട്, നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട്, ഈവൻ നമ്മൾ ശരിക്കും അത് റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ പോലും അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ചിന്തിക്കാം. അതിനെയാണ് നമ്മൾ തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ് എന്ന് പറയാം. സോ ഈ രീതിയിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ 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 ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ ഐഡിയ എന്താണ്? ഒരു ഐഡിയയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. ഐഡിയ എന്ന് പറഞ്ഞാലാണ്, ഐഡിയ കൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. നമുക്ക് ഏതൊരു കാര്യം, ഇപ്പം നിങ്ങൾക്ക് ഇത് ഒരു ഐഡിയ ജനറേഷൻ ഒരു വലിയൊരു കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിൽ നോക്കിയാൽ തന്നെയും ഐഡിയ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു വാഷിംഗ് മെഷീന്റെ കാര്യം തന്നെ എടുക്കാം. നിങ്ങളുടെ വീട്ടിൽ, എല്ലാവരുടെ വീട്ടിലും വാഷിംഗ് മെഷീൻ ഉണ്ടാവും. ഈ വാഷിംഗ് മെഷീന്റെ കേസ് എടുത്താൽ തന്നെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മ എപ്പോഴും പരാതി പറയുന്നുള്ള ഒരു കാര്യം ഉണ്ടാവും. എന്താ? വാഷിംഗ് മെഷീനിലെ ഷർട്ട് കഴുകിയാൽ ഒട്ടും അതിന്റെ കോളറൊന്നും ഒട്ടും വൃത്തിയാവത്തില്ല. അപ്പൊ നമുക്ക് വാഷിംഗ് മെഷീൻ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് വാഷിങ്ങിലെങ്കിലും അതിനകത്ത് ഷർട്ടിന്റെ കോളറൊന്നും ഒരിക്കലും നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാൻ പറ്റില്ല. സോ അതൊരു പ്രോബ്ലമാണ് നമ്മുടെ മുന്നിലുള്ള, അല്ലെ?
So you just think about how to resolve that particular problem, and you can innovate an idea. You can innovate something which can be used to eliminate the എന്താണ് ഷർട്ടിലുള്ള അഴുക്ക് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കാം. സോ ഇങ്ങനെ നമ്മൾ നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെയും നമുക്ക് എന്ത് ചെയ്യാം, ധാരാളം പ്രശ്നങ്ങൾ, ധാരാളം കാര്യങ്ങൾ കാണാം. അതിൽ എങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചാൽ തന്നെയും നമുക്ക് എന്താണ് ധാരാളം കാര്യങ്ങൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് എന്താണ് ഈ പറയുന്ന ഐഡിയ ജനറേഷൻ എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഐഡിയ ജനറേറ്റ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല, പ്രൊവൈഡഡ് നിങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു ഐഡിയ ഉണ്ടാക്കിയാൽ നമുക്കത് വർക്കൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധം ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ഉള്ളിലുള്ള ഐഡിയ, ഹൗ ഐ ക്യാൻ മൂവ് ഓൺ വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ ഐഡിയ. എല്ലാവരുടെ ഉള്ളിലും നമുക്ക് കുഞ്ഞു ഐഡിയാസ് ഉണ്ടാവും അല്ലെ. സോ അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എങ്ങനെ, ഹൗ ഐ വിൽ മൂവ് ഓൺ വിത്ത് ദാറ്റ് ഐഡിയ. അപ്പൊ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാണ് നമ്മുടെ കോളേജിൽ ഉൾപ്പെടെ ഉള്ള IIC എന്ന് പറയുന്ന ഒരു സംവിധാനം. IIC എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നൊവേഷൻ കൗൺസിൽ എന്നാണ് പറയാം. ഈ IICയുടെ ഭാഗമായിട്ട് ഒരു ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം ഉണ്ട്. ഈ ക്ലിനിക്കിൽ നമ്മുടെ കോളേജിൽ നിന്ന് ഒരു 9ഓളം അധ്യാപകർ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്, ഇന്നൊവേഷൻ അംബാസിഡേഴ്സ് ആവാനുള്ള ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ നമുക്ക് ഒരു ഇന്നൊവേഷൻ അംബാസിഡർ ഉണ്ട്, ബാക്കി 8 അധ്യാപകർ വളരെ പെട്ടെന്ന് തന്നെ ഇന്നൊവേഷൻ അംബാസിഡേഴ്സ് ആയിട്ട് നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ ഈ ഇന്നൊവേഷൻ അംബാസിഡേഴ്സ് വിൽ ഹെൽപ്പ് യു ടു സോർട്ട് ഔട്ട് യുവർ പ്രോബ്ലം ആൻഡ് വി വിൽ ഹാവ് എ ഡിസ്കഷൻ വിത്ത് യു പ്രൈവറ്റ്ലി ഓർ പേഴ്സണലി ആൻഡ് വി വിൽ ഷെയർ സം സോർട്ട് ഓഫ് ഐഡിയാസ് വിത്ത് യു. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളോടൊപ്പം ആ ഐഡിയാസ് ഷെയർ ചെയ്യാം. നിങ്ങളുടെ മനസ്സിൽ ഒരു കുഞ്ഞ് ഐഡിയ ആയിക്കോട്ടെ, ഒരു കുഞ്ഞ് ആശയം ആയിക്കോട്ടെ നിങ്ങളുടെ ഉള്ളിലുള്ളത്, അത് നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട്, വളരെ ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും, ഒരു സ്ക്രാച്ച് ആണെങ്കിൽ പോലും നമ്മളുമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. വി വിൽ ഹെൽപ്പ് യു ഔട്ട് ടു ഡെവലപ്പ് ദാറ്റ് ഐഡിയ ഇൻ ടു എ റിയാലിറ്റി. അപ്പൊ നമുക്കത് കഴിയുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യാം, വി വിൽ ഹെൽപ്പ് യു ഔട്ട്. സോ നമ്മൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനോ അല്ലെങ്കിൽ കോളേജിലുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളെ നിങ്ങൾക്ക് പരിചയമുള്ളവർക്കോ എന്ത് തരത്തിലായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരണം. നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതിന് മെന്ററിങ് എന്നാണ് നമ്മൾ പറയുക. ആ മെന്ററിങ് നടത്തുന്നത് ഇന്നൊവേഷൻ അംബാസിഡേഴ്സ് ആയിരിക്കും. അപ്പൊ ഈ ഇന്നൊവേഷൻ അംബാസിഡേഴ്സ് നമ്മുടെ കോളേജിൽ ഇപ്പം നിങ്ങൾ ഫിസിക്സ് സ്റ്റുഡൻസ് ആണ്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും രാജു ടീച്ചർ അതിന്റെ ട്രെയിനിങ് എടുക്കുകയാണ്. അപ്പൊ ടീച്ചറിനെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. സോ നമ്മൾ ആ ഐഡിയ, നിങ്ങളുടെ ഉള്ളിലുള്ള ചെറിയ കുഞ്ഞു കാര്യം ആയിക്കോട്ടെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ളതോ അല്ലെങ്കിൽ ഇതേപോലെ സിമ്പിൾ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള കുഞ്ഞു മറ്റു കാര്യങ്ങളായിക്കോട്ടെ, ഏത് കാര്യങ്ങളായാലും നിങ്ങൾ അതിനെക്കുറിച്ച് ഉള്ള ഒരു തോട്ടുമായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് നമ്മളൊരു ഡിസ്കസ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, വി വിൽ ടുഗദർ ഡിസ്കവർ സംതിങ് ന്യൂ. അതാണ് പറയാനുള്ളൊരു കാര്യം. നമുക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് എടുക്കാം അല്ലെ. നമ്മുടെ പാരന്റ്സിന്റെ ഹെൽപ്പ് എടുക്കാം, നമ്മുടെ ടീച്ചേഴ്സിന്റെ ഹെൽപ്പ് എടുക്കാം, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഹെൽപ്പ് എടുക്കാം, എല്ലാവരുടെ ഹെൽപ്പ് എടുക്കാം. പക്ഷെ ഇന്നൊവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും അത് ഭയങ്കര സംഭവമാണ്. അത് ഭയങ്കര സംഭവം അല്ല. ഞാൻ ഒന്നുകൂടി എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. നിങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള കുട്ടികളാണ്. ഈ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇത്രയും വലുതായിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നൊവേഷൻ അല്ലെങ്കിൽ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിനെ കുറിച്ച് ഇതുവരെയും ചിന്തിക്കാതിരുന്നത്? അത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കുറച്ച് കാര്യങ്ങൾ, അതായത് അതായത് 1-2 എക്സാമ്പിൾസ് പറയാണ്. നമ്മുടെ സ്ക്രീൻ കാണാമെന്ന് വിചാരിക്കുന്നു. ഒരു അവാർഡ് വിന്നിങ് ഇൻവെൻഷൻസ് ബൈ സ്കൂൾ കിഡ്സ് ആണ്. സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ തന്നെ അവാർഡ് വിൻ ചെയ്തിട്ടുള്ള ചില കുഞ്ഞു ഇൻവെൻഷൻസ് ആണ്. ഓക്കെ, പൈപ്പിലെ പ്യൂരിഫയർ ആണ്. പ്യൂരിഫയർ നമുക്ക് സെപ്പറേറ്റ് ഉണ്ട് അല്ലെ. ആ പ്യൂരിഫയറിനെ പൈപ്പുമായിട്ട് ഘടിപ്പിച്ച് കൊണ്ട് പുതിയ ഒരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ആണ് ഒരു സ്കൂളിലെ കുട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനൊക്കെ അവാർഡ് കിട്ടിയതാണ്. ജസ്റ്റ് എൻ്റെ ഒരു സ്നാപ്സ് മാത്രം ഞാൻ കാണിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് കൈ ഫ്രാക്ചറായ ഒരു കുട്ടിക്ക് നമ്മൾക്ക് എപ്പോഴും കൈ തൂക്കിയിട്ടുകൊണ്ട് കിടക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്.
അതിൽ നമ്മുടെ ബോഡിയിൽ തന്നെ ഫിറ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റാൻഡ്. ഇതൊരു അംബ്രല്ലയാണ്. നമ്മൾ സാധാരണ ഒരു കുഞ്ഞ് അംബ്രല്ലയ്ക്ക് പകരം നമ്മുടെ ഫ്രണ്ട്സിനെ കൂടെ ചേർത്ത് നിർത്താൻ പറ്റുന്ന കുറച്ചുകൂടെ വലിയ ഒരു അംബ്രല്ലയാണ് മറ്റൊരു ഇൻവെൻഷനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അവാർഡ് കിട്ടിയതാണ്. ഈ കാണിച്ചിരിക്കുന്ന ബസ്സിന്റെ പിക്ചറിലൂടെ കൊണ്ടുവന്ന ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ ഡ്രൈവറിന് ഒരു ഇന്റിമേഷൻ കിട്ടുന്നതാണ്. ആരെങ്കിലും കൈയോ തലയോ പുറത്തിട്ടാൽ ഉടൻ തന്നെ ഡ്രൈവറിന് അതിന്റെ ഇന്റിമേഷൻ കിട്ടുന്ന ഒരു സംവിധാനം ഒരു സ്കൂൾ കുട്ടി ഉണ്ടാക്കിയതാണ്. അപ്പൊ അയാൾ ആ സ്കൂൾ ബസ്സിൽ പോകുന്ന ആളായിരിക്കാം. ആ ബസ്സിൽ ഡ്രൈവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം കണ്ടിട്ടാണ് അങ്ങനെ ഒരു ഇന്നോവേഷൻ കൊണ്ടുവന്നത്. സോ നെക്സ്റ്റ് ഈസ് റിവോൾവിംഗ് ചെയർ ആണ്. അപ്പൊ ഈ റിവോൾവിംഗ് ചെയർ എന്ന് വെച്ചാൽ നമ്മുടെ ഗാർഡനിലൊക്കെ കാണുന്ന ഒരു ചെയറാണിത്. ഈ ചെയറിനെ നമുക്കിപ്പോൾ നമ്മൾ ഒരു പൊതുവായിട്ടുള്ള സ്ഥലത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇത് മിക്കപ്പോഴും മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം ഇതിൽ കെട്ടി നിൽക്കും അല്ലേ. സോ ഇത് റിവോൾവിംഗ്, ഇതിനെ തിരിച്ചും കൂടി ഇടാൻ പറ്റിയാൽ എന്താണ്, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെന്നാൽ ഇതിനെ അപ്പുറം ഭാഗം തിരിച്ചിടാൻ പറ്റും. സോ അപ്പൊ ഇത് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. ഇതെന്താണ്, നമുക്ക് സീഡ്സിനെ സോ ചെയ്യാനായിട്ട് ഉള്ള യന്ത്രം. ഇതെന്ന് പറയുന്നത് ഡിസബിലിറ്റി ഉള്ള ആളിന് പോലും എന്താണ് ലൂമാണ്. ഡിസബിലിറ്റി ഉള്ള ആളിന് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ലൂമാണ് ഒരു സ്കൂൾ കുട്ടി ചെയ്തിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഈ മരത്തിൽ നിന്ന് വീഴുന്ന കായകൾ പെറുക്കാനുള്ള ഒരു മെഷീനാണ്. അപ്പൊ ഇതെല്ലാം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മനസ്സിൽ അവരുടെ തോട്ടിൽ വന്നതാണ്. ഇതെന്ന് വെച്ചാൽ അരിയിൽ പയറൊക്കെ നമ്മൾ വേവിക്കുന്ന സമയത്ത് അതിനകത്ത് കല്ല് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള, ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു യന്ത്രമാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞു കുട്ടികൾക്ക് ചെയ്യാമെങ്കിൽ നമ്മുടെ കോളേജിലായ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റാത്തത് അല്ലേ? സോ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വേണമെന്ന് വെച്ചാൽ ഇന്നോവേഷനിലേക്ക് പോകാൻ സാധിക്കും. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ലുക്ക് ഇൻ ടു അവർ സറൗണ്ടിങ്സ് ആൻഡ് വി ഹാവ് ടു തിങ്ക് അബൌട്ട് എ പെർട്ടിക്കുലർ ഏരിയ ഓൺ വിച്ച് യു ആർ ഇൻട്രസ്റ്റഡ്. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അതിനെക്കുറിച്ച് കൂടുതൽ തിങ്ക് ചെയ്യുള്ളൂ. അത് നമ്മൾ ചുറ്റും നോക്കിയാൽ മതി, നമ്മൾ കണ്ണ് തുറന്ന് ചുറ്റും നോക്കിയാൽ മതി, ധാരാളം കാര്യങ്ങളുണ്ട്. അതിനകത്ത് നിങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഐഡിയ, ജസ്റ്റ് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരിക, ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആ ഐഡിയ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ നോക്കിയാൽ തന്നെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടാവും. എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. സോ ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ് ആൻഡ് കം അപ്പ് വിത്ത് എ ന്യൂ ഐഡിയ. അപ്പൊ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. പ്രസന്റേഷൻ ഇവിടെ തീരുകയാണ്. ഇനി session is open for discussion. If you have any doubts, please feel free to ask. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ, നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ചെയ്യേണ്ടത്, എന്തെങ്കിലും സംശയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാം. ഓക്കെ, സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പോഴല്ല നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവുന്നത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇനി കുറച്ചുകൂടി ഡീപ്പായിട്ട് ആലോചിക്കുമ്പോൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരിക. നമ്മുടെ കോളേജിൽ IIC എന്ന് പറയുന്നത് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഇന്നോവേഷൻ അംബാസിഡർ പ്രോഗ്രാമും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്നോവേഷൻ ക്ലിനിക്കുകളും ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അന്നേരം നമ്മളോട് വന്ന് പേഴ്സണലി സംസാരിക്കാം. Okay, thank you for patience listening, and thank you Raji teacher and the whole team of IIC for giving me such an opportunity. Thank you. Thank you teacher. അടുത്തതായി
ഈ പ്രോഗ്രാമിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി IIC സ്റ്റുഡന്റ് കോർഡിനേറ്ററായ ഗോപികയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം ഏവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ആദ്യം തന്നെ ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ എല്ലാവിധ സപ്പോർട്ടും നൽകിയ നമ്മുടെ പ്രിൻസിപ്പൽ KC പ്രീത മാമിന് നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നൊവേഷൻ കൗൺസിൽ ED ക്ലബും IEDCയുടെ ആഭിമുഖ്യത്തിൽ പിച്ചിങ് ഇവന്റ് ഫോർ ഐഡിയാസ് സ്കൗട്ടഡ് ആൻഡ് ലിങ്കേജ് വിത്ത് ഇന്നൊവേഷൻ അംബാസഡേഴ്സ് ഫോർ മെന്റർഷിപ്പ് സപ്പോർട്ട് എന്നതിനെ കുറിച്ച് ഇൻവൈറ്റഡ് ടോക്ക് നടത്തിയ MOE ഇന്നൊവേഷൻ സെല്ലിന്റെ ഇന്നൊവേഷൻ അംബാസഡറും IIC കൺവീനറും കൂടിയായ ജൂബിലി ടീച്ചറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഇന്നത്തെ ഈ പ്രോഗ്രാമിന് സ്വാഗതം അർപ്പിച്ച IIC പ്രോഗ്രാം കോർഡിനേറ്റർ രാജ ടീച്ചറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ IICയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അരുണ ടീച്ചറിനും IICയുടെ മെമ്പേഴ്സായ നമിത ടീച്ചർ, സന്മ ടീച്ചർ, സിനി ടീച്ചർ, ശ്രീല ടീച്ചർ, സ്മിത ടീച്ചർ, ബിനുഷ ടീച്ചർ, ലക്ഷ്മി ജെ ടീച്ചർ, സിമി ടീച്ചർ, ലക്ഷ്മി S ധരൺ ടീച്ചർ, കൂടാതെ ഈ പ്രോഗ്രാമിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റ് അധ്യാപകർക്കും വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.